ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈഫ്രോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഈ സിംഗിൾ മെഷീൻ്റെ ഒരു പ്രോബ്ലം വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി കമൻറ്റ് വരുന്ന ഒരു പ്രോബ്ലം കൂടിയാണിത്. അതായത് മെഷീൻ ജാം ആവുക, വീല് സ്റ്റക്കായിട്ട് നിൽക്കുന്നു, വീൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എന്താ പറ്റിയതാണെന്ന് അറിയില്ല, വീല് ജാമായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വീല് ജാമാകുന്നതിന് ഈ വീലിൻ്റെ ഭാഗത്തും താഴെ പെഡലിൻ്റെയും വലിയ വീലിൻ്റെയും ഒക്കെ ഭാഗത്ത് ചെയ്യേണ്ട കുറേ കാര്യങ്ങളെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം. അപ്പം നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ വീലുമായി ബന്ധപ്പെട്ട ഈ ഭാഗത്തെയും ഇതിൻ്റെ താഴത്തെ ഭാഗത്തെയും ഒക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മുടെ മെഷീൻ ജാമാണ്, സ്റ്റക്കായിട്ട് തന്നെ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഷട്ടിൽ ഭാഗത്തെ ഇവിടെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇനി ഇത് അങ്ങനെ ക്ലീൻ ചെയ്തിട്ടും നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ക്ലീൻ ചെയ്തിട്ടും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് അഴിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ സ്റ്റിച്ച് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അടിനൂല് കിടപ്പുണ്ടാവും. അപ്പോൾ ഈ ബോബിൻ കേസും ബോബിനും ഉൾപ്പെടെയുള്ള ഈ ഭാഗം നമുക്കിങ്ങ് ഊരിയെടുക്കാം. അപ്പോൾ ഈ ഭാഗത്ത് ഈ ഷട്ടിലിൻ്റെ പോർഷൻ്റെ ഉള്ളിൽ എവിടെയോ നൂല് കടന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് വീണ്ടും ജാമാകുന്നത്. നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും വീണ്ടും മെഷീൻ ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പോർഷൻ കൂടി ഒന്ന് അഴിച്ചു നോക്കിയാൽ മതി, അപ്പോൾ അത് ശരിയാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബോബിൻ കേസും ബോബിനും ഊരി മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ ബെൽറ്റ് റിലീസ് ചെയ്യുക. ബെൽറ്റ് താഴത്തെ വീലിൽ നിന്നും മാറ്റുക. നമ്മൾ ബെൽറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനെ ഒന്ന് ഇങ്ങനെ കണ്ടോ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കമത്തി വെക്കാം. അപ്പം മെഷീൻ നമ്മളിങ്ങനെ ചരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അഴിച്ചെടുക്കേണ്ടത് ഈ ഭാഗമാണ്. ഇതാണ് ഷട്ടിൽ പോർഷൻ എന്ന് പറയുന്നത്. ഈ ഭാഗമാണ് അഴിച്ചെടുക്കേണ്ടത്. ഈ രണ്ട് സ്ക്രൂസ് ഉണ്ടോ, ഇത് രണ്ടും റിലീസ് ചെയ്തിട്ടാണ് ഇത് അഴിച്ചെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ബാക്കിയെല്ലാം ചെയ്തു എന്നിട്ടും മെഷീൻ ശരിയാവുന്നില്ല, ജാമാണ്, ഒട്ടും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ പോർഷൻ ഇളക്കിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഇത് അഴിച്ചെടുക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ കുറച്ചധികം പാർട്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വെക്കേണ്ടത്, അങ്ങനെയുള്ള രീതി കൂടി ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇത് അഴിച്ചെടുക്കാനായിട്ട്. ഇനി നമ്മളത് ഈ രണ്ട് സ്ക്രൂവും റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സൂചി കണ്ടോ, സൂചി ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റിച്ച് താഴേക്ക് വരുന്ന ഈ ഭാഗമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ അടിയിലെ നൂല് മുകളിലേക്ക് കൊരുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ സൂചി മുകളിലേക്കാക്കി വെക്കണം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമ്മുടെ ഈ വീലുണ്ടല്ലോ, ഈ വീല് മെല്ലെ ഒന്ന് കറക്കി കണ്ടോ, സൂചി മാക്സിമം ഉയർത്തി വെക്കുക. ഓക്കെ, സൂചി ഉയർത്തി വെച്ചു. ഇനി നമുക്ക് ഇത് അഴിച്ചെടുക്കാം. അപ്പം സൂചി ഉയർത്തി വെച്ച് കഴിയുമ്പോൾ ഈ ഭാഗം നമ്മുടെ നേരെയാണ്, നമ്മൾ ഈ സൈഡിലാണ് നിൽക്കുന്നത്, നമ്മുടെ ഭാഗത്താണ് ഈ പോർഷൻ വരുന്നത്. അത് ഓർത്ത് വെച്ചുകൊള്ളുക. ഇനി നമുക്കിത് ഈ രണ്ട് സ്ക്രൂസും അഴിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ ഞാൻ സ്ക്രൂ റിലീസ് ചെയ്തെടുത്തിട്ടുണ്ട്. കയ്യിൽ ഊരിയെടുക്കുക, സൂക്ഷിച്ച് വെക്കണം കേട്ടോ ഓരോ പാർട്സും നമ്മൾ ഊരിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ രണ്ട് സ്ക്രൂ എടുത്തു. അപ്പോൾ നമ്മൾ കുറേ പഴയ മെഷീനാണ്, അല്ലെങ്കിൽ ഇതുവരെ ഈ ഭാഗം അഴിച്ചിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് സ്റ്റക്കായിരിക്കും. നമുക്കിങ്ങനെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചൊന്നും അഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നല്ലപോലെ ഓയിലിട്ട് ഒരു ദിവസം വെച്ചേക്കുക. നന്നായിട്ട് ഓയിലിട്ട് കൊടുത്തിട്ട് വെച്ചതിന് ശേഷം ഊരാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഈ സ്ക്രൂ ഒക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒടിഞ്ഞൊക്കെ പോയി ഇതിനകത്ത് ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം പിന്നെ നമ്മൾ മെക്കാനിക്കിനെ വിളിച്ചാലേ ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് നന്നായിട്ട് ഓയിൽ കൊടുത്തതിന് ശേഷം ചെയ്യാൻ പറയുന്നത്, പഴയ മെഷീനൊക്കെ ആണെങ്കിൽ. നമ്മൾ ഈ സ്ക്രൂ ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഭാഗം ഇങ്ങനെ മെല്ലെ ഇളകി വരും. കണ്ടോ ഇളകി വരുന്നു. അപ്പം ഈ പോർഷൻ ഇത് നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഭാഗം നമ്മുടെ നേരെ ആയിരിക്കണം. ഈ ഭാഗം കണ്ടോ ഇതിൻ്റെ നേരെ ഇങ്ങനെയും ആയിരിക്കണം. അത് ശ്രദ്ധിച്ചോണം ഈ പോർഷൻ. കണ്ടോ, ഇപ്പം നമ്മളിങ്ങനെ ഊരിയെടുത്തു. ഓക്കെ, ഇനി ഈ ഭാഗം. അപ്പോൾ നമ്മുടെ ജാമാണെങ്കിൽ എന്താണെന്നറിയാമോ, ചിലപ്പോൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും നൂലുണ്ടാവും, അല്ലെങ്കിൽ കുറേ നാളായതാണെങ്കിൽ ഇവിടെയൊക്കെ അഴുക്കുണ്ടാവും. എനിക്ക് തന്നെ ഇപ്പോൾ ഇവിടെ കുറച്ചൊക്കെ പൊടിയുണ്ട്. ഈ ഭാഗത്ത് ശരിക്കും പൊടിയുണ്ടാവും. നമ്മൾ തയ്ക്കുന്നതിൻ്റെ പൊടിയാണ്. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ പൊടിയാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നൂല് കയറിയാലും മെഷീൻ സ്റ്റക്കാവും. അപ്പോൾ നമ്മൾ ഇത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അഴിച്ചെടുത്തു ഈ രണ്ട് സ്ക്രൂ. ഇനി ചെയ്യേണ്ടത് ഈ സ്ക്രൂ കണ്ടോ, ഈ ഭാഗം ഇത്. അപ്പോൾ ഈ ഭാഗത്ത് ഇനി ഒന്നും ചെയ്യാനില്ല. ഈ ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അഴിച്ചെടുത്തതിന് ശേഷം ക്ലീൻ ചെയ്തൊന്ന് ഓയിൽ കൊടുക്കുക. അപ്പോൾ ഈ ഭാഗത്ത് നൂലിൻ്റെ കഷ്ണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുത്ത് കളയണം കേട്ടോ. ചിലപ്പോൾ ഇവിടെയും ഇരിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ സ്റ്റക്കായിട്ട് എല്ലാം കൂടെ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തുണി എല്ലാം കൂടെ കൂട്ടി വലിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഭാഗത്തൊക്കെ നൂല് ചിലപ്പോൾ ഇരിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മളിത് ഈ സ്ക്രൂ അഴിക്കണം. അപ്പോൾ ഈ സ്ക്രൂ അല്പം ടൈറ്റ് ആയിരിക്കും കേട്ടോ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചഴിക്കുക. അല്പം ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ സ്ക്രൂ മെല്ലെ റിലീസ് ചെയ്യുക. ഓക്കെ, ഈ സ്ക്രൂ അഴിച്ചെടുത്തു. ഇനി നമ്മൾ ഓരോ പോർഷനായിട്ട് അഴിച്ചെടുക്കാം. ഫസ്റ്റ് ഈ ഫ്ലാപ്പാണ് കണ്ടോ,
ഈ ഫ്ലാപ്പാണ് അഴിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് തിരിച്ച് വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ വെക്കണം. മനസ്സിലായോ? ദേ കണ്ടോ, ഈ ഭാഗം ഇങ്ങനെ, ദേ ഈ പോർഷൻ കണ്ടോ, ഈ ഭാഗം ഉള്ളിലേക്ക് വരത്തക്ക രീതിയിൽ ഇങ്ങനെ കമത്തി ഇങ്ങനെ വരത്തക്ക രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. അത് ശ്രദ്ധിച്ചോണം നിങ്ങൾ അഴിച്ചെടുക്കുമ്പോൾ. എന്നിട്ട് ഇത് വൃത്തിയായിട്ടൊന്ന് തുടയ്ക്കുക. അപ്പോൾ മിക്കവാറും ദേ ഈ ഭാഗത്തായിരിക്കും നൂല് കുടുങ്ങിയിരിക്കുന്നത്. ഈ സ്റ്റക്കായിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നൂല് ഈ ഭാഗത്ത് ഇതിങ്ങനെ ഫ്ലാപ്പ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലായിരിക്കാം നൂലിരിക്കുന്നത്. അപ്പോൾ അത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. ഇനി രണ്ടാമതായിട്ട് എടുക്കുന്നത് ഈ പോർഷനാണ്. കണ്ടോ, ഇതിന് ചെറിയ 2 ഹോൾസ് ഉണ്ട്. ആ ഹോൾസ് ഇതിനുള്ളിലേക്ക് കടത്തി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഇങ്ങനെയാണ് അടയ്ക്കേണ്ടതെന്നുള്ളത് മറന്നു പോകരുത്. ഇവിടെ 2 വെട്ടുണ്ട് കണ്ടോ, ഈ ഭാഗത്ത് എന്തെങ്കിലും ഒരു അടയാളം നിങ്ങളത് കണ്ടുവെച്ചോണം. ഇപ്പോൾ ഞാൻ പറയുന്നതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ മെഷീന് വേറെ രീതിയിലായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഇതിന് ഇവിടെ ഇങ്ങനെ 2 വെട്ട് പോലെയുണ്ട്. അപ്പോൾ അത് കമത്തി ഇങ്ങനെ അടയ്ക്കണം എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇല്ലെങ്കിൽ പഴയ മെഷീനൊക്കെ ആണെങ്കിൽ നമ്മൾ കുറേ നാൾ ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ പാട് വരും. അപ്പോൾ ആ പാടുണ്ടാവും. അപ്പോൾ നമുക്കറിയാം അതെങ്ങനെ ആ പാടുള്ളിൽ പോകത്തക്ക രീതിയിലാണ് അടയ്ക്കേണ്ടതെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഊരുമ്പോൾ തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു അടയാളമോ എന്തെങ്കിലും ഒന്ന് മാർക്ക് ചെയ്തേക്കുക. ഇതേ കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നിറച്ച് പൊടികളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് തുടച്ചു കൊടുക്കുക. അതേപോലെ നൂലും ഇതിൻ്റെ ഇടയ്ക്ക് നൂലിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഇത് ജാമാകുന്നത്, ഈ ഭാഗം ജാമാകുന്നത്. പൊതുവേ നമ്മൾ ഈ ഷട്ടിൽ പോർഷൻ അങ്ങനെ അധികം അഴിച്ച് പണിയാറില്ല, കാരണം ഇത്തിരി പണിയാണിത്. അതുപോലെ മാറിപ്പോവുക ചെയ്താലും ബുദ്ധിമുട്ടാകും. ഓക്കെ, നമ്മളിത് എടുത്തു. ഇനി ഇത് ഈ ഭാഗം കണ്ടോ, ഇത് നമുക്കിങ്ങനെ ഊരിയെടുക്കാം. എന്നിട്ട് ഇവിടവും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇവിടെ ഒരു തുള്ളി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ഭാഗത്തും ഒക്കെ ഒന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതേപോലെ തന്നെ വെക്കുക. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ നേരെയാണെന്ന് പറഞ്ഞല്ലോ, അഴിക്കുമ്പോഴേ പറഞ്ഞിരുന്നു. അപ്പോൾ ആ പൊസിഷനിൽ തന്നെ ഇത് വെക്കുക. ഓക്കെ, ഇത് എന്നിട്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ടോ എന്ന് നോക്കുക. കാരണം ഇവിടെ ഇതിൻ്റെ ഇടയിൽ നൂല് കുടുങ്ങുമ്പോഴാണ് ഇതിന് സ്മൂത്തായിട്ട് കറങ്ങാതെ വരുമ്പോഴാണ് മെഷീൻ ജാം ആകുന്നത്. അപ്പോൾ സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ട്. ഇനി നമ്മളിത് ഈ റിങ് ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇത് ആ ഇരുന്ന പൊസിഷനിൽ തന്നെ വെക്കുക. അപ്പോൾ ഈ റിങ് വെച്ചതിന് ശേഷം ഈ ഫ്ലാപ്പ്, അപ്പോൾ അത് ശ്രദ്ധിച്ചോണം, അതിൻ്റെ ഈ ഭാഗം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ ഉണ്ടോ, ഇങ്ങനെ ഉണ്ടോ, ഇതിങ്ങനെ കമത്തി അടയ്ക്കുക. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ അടയ്ക്കുക. അപ്പോൾ നമുക്ക് ഇവിടെയാണ് സ്ക്രൂ ഇടേണ്ടത്. ഒരു സ്ക്രൂ നമ്മൾ അവിടെ നിന്ന് മൂരിയിരുന്നു. അപ്പോൾ ആ സ്ക്രൂവിൻ്റെ പൊസിഷൻ കറക്റ്റ് ആകത്തക്ക രീതിയിൽ തന്നെ ഇതിങ്ങനെ വെച്ചിട്ട് സ്ക്രൂ ഇട്ട് മുറുക്കുക. ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ പോർഷൻ നല്ല സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ കറങ്ങുന്നില്ല, ഇവിടെ ടൈറ്റ് ആയി എന്നുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് റിലീസാക്കി കൊടുക്കുക. ഇനി നമുക്കിത് ഇവിടെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഭാഗം കണ്ടോ, നമ്മുടെ നേരെയാണ് ഇരുന്നത്. നമ്മൾ ഊരിയപ്പോൾ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ സെയിം പൊസിഷനിൽ ഇതുപോലെ തന്നെ ഈ 2 സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ 2 സ്ക്രൂസും മുറുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഓരോ പാർട്സ് ഊരുമ്പോഴും തിരിച്ചിടുമ്പോഴും നിങ്ങളത് ശ്രദ്ധിക്കുക. കാരണം മാറിപ്പോവരുത്, എങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ മാറിപ്പോവരുത്. ഇനി നമുക്ക് ബോബിൻ കേസ് ഇട്ടിട്ട് പഴയതുപോലെ തയ്ച്ചു നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഭാഗം നേരെ വെച്ചു. കണ്ടോ, വളരെ സ്മൂത്തായിട്ട് വീല് പോകുന്നുണ്ട്. മെഷീൻ്റെ ആ ടൈറ്റൊക്കെ മാറി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ബാക്കി ഈ വീലിൻ്റെ പ്രശ്നങ്ങൾ, ഈ ഭാഗത്തെ പ്രശ്നങ്ങളല്ല എന്നുണ്ടെങ്കിൽ ഈ ഷട്ടിൽ ഇതുപോലെ ഒന്ന് അഴിച്ചു നോക്കുക. അപ്പോൾ ഈ ഷട്ടിൽ ഭാഗം ക്ലീൻ ചെയ്താൽ എന്തായാലും നിങ്ങളുടെ മെഷീൻ്റെ ജാം മാറിക്കിട്ടും. എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.